ശരി ശരി ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ പേര് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാനത് പറയുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ ഒരു IPS ഓഫീസറാണ് ഇതിൽ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞു നിർത്തുകയായിരുന്നു. പക്ഷെ മുരളീധരൻ അത് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ലോക്നാഥ് ബെഹ്റ. അത് ഈ ഒരു പാലത്തിന് ഹേതുവായി എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കളിയാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് ഇന്ന് സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഈ പാലമാകുവാൻ നിന്നുകൊടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ അത് കോൺഗ്രസിൽ തുടർന്ന് പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പത്മജ വേണുഗോപാലിൻ്റെ ആഗ്രഹം അത് ലോക്നാഥ് ബെഹ്റയിലൂടെ സാധിച്ചെടുത്തു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയാണ്, ഈ ഒരു ലെഗസി കെ കരുണാകരൻ്റെ പാരമ്പര്യം അതുകൂടി ഉപയോഗപ്പെടുത്തുവാൻ BJP ശ്രമിക്കുകയാണ്. നിങ്ങൾ ഒരു ഫ്ലക്സ് കീറി, പക്ഷേ എത്ര ഫ്ലക്സ് കീറിയാലും ഈ ലെഗസി ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, അത് പത്മജയിലൂടെ സാധ്യമാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്ന് BJP-ക്കാരുടെ പ്രതികരണം. ജിൻഡോ, അല്ല മഞ്ജുഷേ, ഇതിൽ രണ്ട് കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഒന്ന് BJP ലെഗസി അവകാശപ്പെടുന്നതും, രണ്ട് പത്മജ പോയതിൽ ലോക്നാഥ് ബെഹ്റയ്ക്കുള്ള സ്വാധീനവും. അതിൽ പത്മജയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്ന് കണ്ടു. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോക്നാഥ് ബെഹ്റയായിട്ട് ഞാൻ കണ്ടിട്ട് കുറേ കാലമായി, പക്ഷേ നമ്മുടെ ഡോക്ടറായിട്ട്, അതായത് പത്മജയുടെ ഹസ്ബൻഡായിട്ട് നിരന്തരം വിളിക്കുമ്പോൾ ഒരു കാര്യം പറയും, ചേച്ചിയെ ഞാൻ കൊണ്ടുപോകാൻ നോക്കുന്നില്ല, ചേച്ചിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ലോക്നാഥ് ബെഹ്റ പലവട്ടം അത് ശ്രമിച്ചു എന്നല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ വാചകമൊന്നുമല്ല, ഒരു മാധ്യമപ്രവർത്തനോട് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ള വാചകങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. പത്മജ വേണുഗോപാലിന് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടിയ പ്രാധാന്യവും മറ്റ് സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കെ കരുണാകരൻ എന്നാ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിനെ പടുത്തുയർത്തിയ വളർത്തിയ നേതാവിൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ്. അവർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയ സേവനം ചെയ്തതുകൊണ്ട് മാത്രമല്ല. പക്ഷേ അത് മറന്നുകൊണ്ട് അവർ പോകുമ്പോൾ അവർ പോയതിൻ്റെ കാരണങ്ങൾ ഒന്നുകിൽ ഭീഷണിയാകാം, അല്ലെങ്കിൽ പ്രലോഭനമാകാം. നമ്മൾ മനസ്സിലാക്കുന്ന ഭീഷണി മറ്റു പല സംസ്ഥാനങ്ങളും നടക്കുന്നത് പോലെ ED പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് നേരിടുന്ന ഭീഷണിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രലോഭനം കൊണ്ടായിരിക്കാം. പക്ഷെ അവരതിന് സ്വാധീനത്തിന് വഴിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കുറവ് തന്നെയാണ്. ഇത്രയും വർഷം കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചിട്ടും കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ മനസ്സിലാകാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കുറവ് തന്നെയാണ്. ലോക്നാഥ് ബെഹ്റയല്ല, ആര് പാലം പണിക്ക് വന്നാലും ആ പാലത്തിന് കൈവരി തീർത്ത് ആ പാലത്തിനകത്തോടെ കയറി നടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ട്. ഇതിലൂടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ പേര് പറയുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, CPM-ന് ഇതിലുള്ള ഇടപെടൽ അതുകൂടി ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. CPM-ഉം ഇതിന് പിന്നിൽ ചരട് വലിച്ചിട്ടുണ്ട് എന്ന്. കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. ഇപ്പോൾ മെട്രോയുടെ MD ആയിട്ടിരിക്കുന്നത് ലോക്നാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ്, ലോക്നാഥ് ബെഹ്റയ്ക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ. അപ്പോൾ ഈ മുരളീധരൻ്റെ ഈ വാക്കുകളും വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുമൊക്കെ CPM-ലേക്ക് കൂടി അടുപ്പിക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും മഞ്ജുഷ, അതിലൊന്നും ഒരു സംശയമില്ല. കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹം DGP സ്ഥാനത്ത് നിന്ന് റിട്ടയർമെന്റ് ആയതിനു ശേഷം വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ DGP എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു, ആ സ്ഥാനം എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു, എന്നിട്ട് പോലും ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല റിട്ടയർഡായ IAS IPS ഉദ്യോഗസ്ഥർ ഏകദേശം 20-22 ആളുകൾക്ക് വീണ്ടും നിയമനം കൊടുത്തുകൊണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിയമനം കൊടുത്തുകൊണ്ട് അവർക്ക് പഴയ ശമ്പളത്തിൽ തന്നെ അവരെ നിലനിർത്തുന്ന ഒരു സംസ്കാരം കൂടി ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരുണ്ട്. അപ്പോൾ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും ഒരേ സമയം രണ്ട് കൂട്ടരുടെയും മനസാക്ഷി സൂക്ഷിപ്പിക്കാറാണ്. ശ്രീ എമ്മിനെ പോലെ തന്നെ പാലം പണിയിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും അടുപ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവഗണന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വലിയ പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന അധികാരത്തിലിരിക്കുന്ന പാർട്ടിയായിട്ടുള്ള CPM-ലേക്ക് പോകാതെ കേരളത്തിൽ തുച്ഛം സാന്നിധ്യമുള്ള, കേരളത്തിൽ ഒരു കാരണവശാലും മത്സരിച്ചാൽ പത്മജയ്ക്ക് പോലും ജയിക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു അഡ്രസ് ഉള്ള ഒരു പാർട്ടിയിലേക്ക് BJP-യിലേക്ക് പോകാൻ കാരണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേവലം പോകുന്നതിൻ്റെ തലേ ദിവസം പോലും അവർ പറയുന്നത് BJP-യിലേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന് 3 ദിവസം മുമ്പാണ് അവർ പ്രതാപനോടൊപ്പം TM പ്രതാപനോടൊപ്പം റാലിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നത്. അവർ നിരന്തരം BJP-ക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ BJP-യിലേക്ക് ചേക്കാനുള്ള രാഷ്ട്രീയ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ അത് ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള
ഒരു IPS ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താല്പര്യം സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് BJP-യിലേക്ക് പോയത്. എന്താണ് വഴങ്ങാനുള്ള കാരണമെന്ന് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. ഇനി രണ്ടാമത്തെ ചോദ്യം താങ്കൾ ഉന്നയിച്ചത് BJP-ക്കാർ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയ കരുണാകരനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ ഉടുമുണ്ടഴിക്കാൻ നോക്കിയ BJP നേതാക്കന്മാർ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണം ലെഗസി അവകാശപ്പെടാൻ. BJP ഒരുപാട് ആളുകളുടെ ലെഗസി അവകാശപ്പെടുന്നുണ്ട്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ. സംഘപരിവാർ സംഘടനകളും BJPയും RSS ഒക്കെ. മഹാത്മാഗാന്ധി അവരെ ഏറ്റെടുത്തു, സർദാർ വല്ലഭായ് പട്ടേലിനെ ഏറ്റെടുത്തു, അംബേദ്കറെ ഏറ്റെടുത്തു, സുഭാഷ് ചന്ദ്രബോസിനെ ഏറ്റെടുത്തു. ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ BJPയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തോട് സംഘപരിവാർ രാഷ്ട്രീയത്തോടൊക്കെ എക്കാലവും എതിർത്ത് പോരാടിയിരുന്ന ആളുകൾ, ജീവിതം കൊണ്ടും അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രം കൊണ്ടും. പക്ഷെ ആ ലെഗസിയൊക്കെ അവകാശപ്പെടുന്ന പോലെ തന്നെ കരുണാകരന്റെ മകളെ കൊണ്ടുപോയത് കൊണ്ട് മാത്രം കരുണാകരന്റെ ലെഗസി BJPക്ക് കിട്ടുമെന്ന് അവർ തെറ്റിദ്ധരിക്കരുത്. ഇത് കേരളമാണ്. കേരളത്തിലെ ലെഗസി BJPക്കാർക്ക് സ്വന്തമായിട്ട് കേരളത്തിൽ അവർ വളർത്തിയെടുത്ത ഓരോ രാജഗോപാലിനെ പോലെയോ അല്ലെങ്കിൽ മാരാർജിയെ പോലെയുള്ള അവരുടെ സ്വന്തം നേതാക്കന്മാരുടെ ലെഗസി അവകാശപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പാടില്ലേ? ഇപ്പോഴും അവർ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വരുന്ന മുതിർന്ന നേതാക്കന്മാരുടെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള രാഷ്ട്രീയത്തിൽ നെടുനായകത്വം വഹിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ ലെഗസി അവകാശപ്പെടുന്ന അത്രത്തോളം രാഷ്ട്രീയ പാപ്പരത്വമാണ് കേരളത്തിലെ BJP. ശങ്കുജിദാസ് അതിനുള്ള മറുപടി ശങ്കുജിദാസ് പത്മജ വേണുഗോപാലിന്